കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. കൊടുങ്ങല്ലൂർ ക്ഷേത്രം മേൽശാന്തി ത്രിവിക്രമൻ അടികൾ ഭദ്രദീപ പ്രകാശനവും യജ്ഞശാലയിൽ ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠയും നടത്തി. ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി കെ.എം. സനു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഭാഗവത സമർപ്പണം നടത്തി. ശാരദാചന്ദ്രൻ നിറപറ സമർപ്പിച്ചു. മല്ലിക രവീന്ദ്രൻ കലവറ നിറച്ചു. പറവൂർ ഉഷ ചിദംബരം ഭാഗവത പ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി CK രാമു, ട്രഷറർ പ്രേംകുമാർ, PRO KR സത്യൻ, വിശ്വംഭരൻ, പ്രദീപ്, മാതൃസമിതി പ്രസിഡന്റ് ലതാ പ്രദീപ്, സെക്രട്ടറി ഷീജ ശിവൻ, ട്രഷറർ രാജി ശ്രീധരൻ തുടങ്ങി മാതൃസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. ഭാഗവത സപ്താഹം മെയ് 21-ന് സമാപിക്കും. അപ്പോൾ ഇത്തരം സപ്താഹങ്ങൾ അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന പല സംഗതികൾ ഒരു ജീർണിച്ച് കിടക്കുന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അവിടെ വളരെ ശോഷിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രം അത്തരം സ്ഥലങ്ങളിൽ വെച്ചിട്ട് നടത്തണമെന്നാണ് ഞാൻ പറയാം. കാരണം അവിടെ ധാരാളം ആളുകൾ വരണം. ആളുകൾ വന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധരിക്കപ്പെടണം. അവിടെ നിത്യനിദാനങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അപ്പോൾ ഓരോ യാഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്ന് വെച്ചാലും അതൊന്നും നമ്മൾ ധാരാളം അല്ലെങ്കിൽ ഭക്തന്മാരവിടെ വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൽ വരുന്ന ബാക്കി മിച്ചം വരുന്നത് ആ ക്ഷേത്രത്തിൻ്റെ നവീകരണ കാര്യങ്ങൾക്കോ അതല്ലെങ്കിൽ നിത്യനിദാനത്തിനായിട്ടോ